നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വിദ്യാമ്മ ഇവിടെ നിന്ന് കാണുന്നില്ലല്ലോ മോളെ. നട അടയ്ക്കാറായി. ഇനി നിന്നാലും വരെ കാണാൻ പറ്റിയില്ലെങ്കിലോ? മോക്ക് വിശക്കുന്നുണ്ടോ? ഇല്ല അച്ഛാ. എന്നാലും നമുക്ക് മുറിയിലേക്ക് പോവാം മോളെ. ഭക്ഷണം കഴിഞ്ഞ് മോൾക്ക് മരുന്ന് കഴിക്കാനുള്ളതല്ലേ. അപ്പൊ നമ്മൾ വിദ്യാമ്മയെ കാണുന്നില്ലേ അച്ഛാ? ഇനി എവിടെ ഉണ്ടാവുന്ന കരുതിയാ നമ്മൾ അന്വേഷിക്കുക. നമുക്ക് പോയിട്ട് വൈകുന്നേരം വരാം. അപ്പൊ ചിലപ്പോ വിദ്യാമ്മയെ കാണാൻ പറ്റിയേക്കും. മോള് വാ വാ. മോളെ ദേ നോക്ക്, അതാ വിദ്യാമ്മ. വാ. വിദ്യാമ്മയെ വിളിക്കച്ചാ. വേണ്ട മോളെ, വിദ്യാമ്മ ധ്യാനത്തിലാ. ഇപ്പോ വിളിച്ച് ശല്യം ചെയ്യണ്ട. ധ്യാനം കഴിഞ്ഞിട്ട് കാണാം. ധ്യാനം കഴിയാൻ ഇനിയും സമയമെടുക്കും തോന്നുന്നു. നമുക്ക് പോയിട്ട് വൈകിട്ട് വന്ന് കണ്ടാലോ? ആ, നടയടച്ചു. എന്നെ അന്വേഷിച്ച് രണ്ടാളും കുറെ നടന്നു അല്ലേ? എല്ലായിടവും നോക്കി, ഇവിടെ ധ്യാനത്തിലിരിക്കുന്നത് കണ്ടില്ല. സാരമില്ല, ഞങ്ങൾക്ക് തിരക്കില്ല. ഇനിയിപ്പോ എപ്പോഴെങ്കിലും കാണാമല്ലോ. മോളെ കാണാതായതിന്റെ വിഷമം മാറിയോ തിരുമേനിക്ക്? വിദ്യാമ്മ പറഞ്ഞത് അച്ചട്ടായി. എന്റെ കുഞ്ഞിനെ ഒരാപത്തും വരാതെ കാത്തു മൂകാംബികമ്മ. ഇവളെ അപായപ്പെടുത്താൻ നോക്കിയവന് തക്ക ശിക്ഷയും കൊടുത്തു ദേവി. അഭയം പ്രാപിച്ചു വരുന്നവരെ അമ്മ ഒരിക്കലും കൈവിടില്ല. വിദ്യാമ്മേ, എന്റെ മോളുടെ അരങ്ങേറ്റത്തിന് പറ്റിയ ദിവസവും മുഹൂർത്തവും ഒന്ന് പറഞ്ഞു തന്ന വലിയ ഉപകാരമായിരുന്നു. ശിവപ്രിയ എന്നാണ് മോളുടെ പേരല്ലേ? മഹാദേവ ഭക്തയാണ് അല്ലേ? മോളുടെ നാളെന്താ? അതും ഭഗവാന്റെ നാള് തന്നെയാ, തിരുവാതിര. മോളുടെ ജാതകം കയ്യിലുണ്ടോ? ജാതകം 9 വയസ്സിന് ശേഷം പൂർണ്ണമായി എഴുതിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ജോത്സ്യം മടക്കി തന്നു. ഒൻപത് വയസ്സിന് ശേഷം ചിന്തനീയം. മോൾക്ക് 9 വയസ്സ് തികയാൻ ഇനി എത്ര ദിവസം കൂടിയുണ്ട്? കൃത്യം പറഞ്ഞാ ഇനി 87 ദിവസം കൂടിയുണ്ട്. തൊണ്ണൂറ് ദിവസം ഉള്ളപ്പോഴാ ഞാൻ മോളെയും കൂട്ടി ഇവിടേക്ക് വന്നത്. ഇനി ഞങ്ങൾക്ക് അഭയം സാക്ഷാൽ മൂകാംബിക അമ്മയുള്ളൂ. എനിക്ക് 9 വയസ്സാകുമ്പോൾ എന്താ ഇത്ര പ്രത്യേകത? എല്ലാരും പറയാതെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ചെറിയമ്മ എപ്പോഴും പറയും 9 വയസ്സ് വരെ സഹിച്ചാൽ മതിയല്ലോ എന്ന്. അച്ഛനത് കേൾക്കുമ്പോ സങ്കടം വരും. ഇപ്പൊ വിദ്യാമ്മേ 9 വയസ്സിന്റെ കാര്യം ചോദിച്ചല്ലോ. എന്താ അയാൾ ചോദിച്ചത്? അത് മോൾക്ക് 9 വയസ്സാവുമ്പോ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. എന്ത് പ്രത്യേകത? അതോ മോളുടെ മോശ സമയമൊക്കെ മാറി നല്ല കാലം വരുമെന്നതാണ് അതിന്റെ പ്രത്യേകത. പഠനത്തിലും കലയിലും സംഗീതത്തിലും ഒക്കെ ശിവപ്രിയ കുട്ടി കീർത്തി നേടും, ലോക പ്രശസ്തിയാവും. ദേവി അതിനുള്ള ഭാഗ്യം എന്റെ കുഞ്ഞിന് കൊടുത്താൽ മതിയായിരുന്നു. സത്യമാണോ വിദ്യാമ്മേ? എനിക്കും അച്ഛനൊക്കെ നല്ല സമയം വരുമോ? പാവം അച്ഛന്റെ കഷ്ടപ്പാടൊക്കെ മാറുമോ? എന്താ മോൾക്ക് വിശ്വാസം വരുന്നില്ലേ? ഇല്ലെങ്കിൽ 9 വയസ്സാവുമ്പോ കണ്ടോളൂ.
ഇന്നേക്ക് 3-ാം പക്കം മോളുടെ അരങ്ങേറ്റം നടത്താം. ഉച്ചപൂജയ്ക്ക് മുൻപുള്ള മുഹൂർത്തം. എന്തേ ബുദ്ധിമുട്ടാവില്ലല്ലോ? ഏയ് ഒന്നുമില്ല, സന്തോഷായി. അതുകൂടി കഴിഞ്ഞാ സമാധാനമായിട്ട് നാട്ടിലേക്ക് മടങ്ങാമല്ലോ. എന്നാ ഞങ്ങൾ മുറിയിലേക്ക് ചെല്ലട്ടെ. ചെന്നിട്ട് മോൾക്ക് മരുന്ന് കഴിക്കാനുള്ളതാ. അങ്ങനെ ആവട്ടെ. വിദ്യാമ്മേ, വൈകിട്ട് തൊഴാൻ വരുമ്പോ കാണാവേ. ശരി. വാ മോളെ. ഒരുവിധം ആ തമിഴന്റെ കാല് പിടിച്ച് സംഘടിപ്പിച്ചു. കൃത്യം 1 മാസത്തിനകം തിരിച്ചു കൊടുക്കാന്നാ പറഞ്ഞിരിക്കുന്നേ. ഇതാ മോള് പറഞ്ഞ 5000 രൂപ തികച്ചുണ്ട്. മോളെ, ഞാൻ പറയുന്നത് കൊണ്ട് മോള് വേറെ ഒന്നും വിചാരിക്കരുത്. സുരേന്ദ്രന്റെ വീട്ടുകാര് നിനക്ക് അന്യരല്ല, അതൊക്കെ ശരിയായ കാര്യം. പക്ഷേ ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് നിന്റെ കയ്യിൽ നിന്ന് കാശ് ചോദിച്ചു വാങ്ങുന്നത് അത്ര ശരിയായ രീതിയിലല്ലെന്നാ എന്റെ അഭിപ്രായം. അവര് ചോദിക്കുമ്പോഴൊക്കെ നീ ഇങ്ങനെ കാശ് കടം വാങ്ങി കൊടുക്കാൻ നിന്നാ അവര് പിന്നീട് അത് ശീലമാക്കും. ചോദിക്കുമ്പോഴൊക്കെ കൊടുത്ത് സഹായിക്കാൻ നിന്നാ നിന്റെ എവിടെന്നാ കാശ്? ഇവിടെ നിന്ന് അതിനു മാത്രം വരുമാനമൊന്നും കിട്ടുന്നില്ലല്ലോ നിനക്ക്. സമ്മതിച്ചു. ഇപ്പൊ വിനോദിനൊരു അത്യാവശ്യം വന്നോണ്ടാ നീ ഈ കാശ് അവർക്ക് കൊടുക്കുന്നത്. നാളെ ഇതേ അത്യാവശ്യം അഖിലയ്ക്കോ ഇന്ദുമതിക്കോ വന്നുകൂടായികയില്ലല്ലോ. അപ്പോഴും നിന്നോട് അവർ കാശ് ചോദിക്കും. അതാ ഞാൻ പറഞ്ഞത്, ഉണ്ണുന്നവരറിഞ്ഞില്ലെങ്കിൽ വിളമ്പുന്നവരെങ്കിലും അറിയണം. അച്ഛൻ അസുഖം ഭേദമായി വരുന്നത് അവരുടെ ആരുടെ മിടുക്കുകൊണ്ടല്ലോ. നിന്റെ ശുശ്രൂഷയും പ്രാർത്ഥനയും ഒക്കെ കൊണ്ടാ സുരേന്ദ്രൻ ഇപ്പോ ഈ നിലയിലായത്. അതിന് ആവശ്യത്തിലധികം ബാധ്യത എടുത്ത് തലയിൽ വയ്ക്കേണ്ട കാര്യമില്ലല്ലോ. എന്താ കുട്ടി നീ പറയുന്നത്? വിനോദിനും അഖിലയ്ക്കും ജോലി ആയി കഴിഞ്ഞാൽ പിന്നെ അച്ഛന്റെ കാര്യങ്ങൾ അവര് നോക്കുന്നോ? കൊള്ളാം, നല്ല കഥയായി. അതിലെനിക്കൊരു പ്രതീക്ഷയില്ല. അഥവാ അവർക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ തന്നെ ഇന്ദുമതി അത് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നനഞ്ഞിടം കുഴിക്കാനേ അവര് നോക്കൂ. കൊടുക്കുന്നവനെപ്പോഴും കൊടുത്തുകൊണ്ടേയിരിക്കണം. അതാ അതിന്റെ ഒരു രീതി. നീ ഇങ്ങനെ ഒരു പാവമായി പോയല്ലോ മോളെ. ആ, അതിന്റെ പുണ്യം നിനക്ക് കിട്ടും.